ഹലോ വ്യൂവേഴ്സ്, മേരാ പ്രിയ ദർശകോ, എൻ്റെ പ്രിയ കാഴ്ചക്കാരെ. ഇപ്പോൾ നമുക്കിന്ന് വീണ്ടും കുറച്ച് സിമ്പിൾ വേർഡ്സ് ഇൻ ഇംഗ്ലീഷ്, ഹിന്ദി ആൻഡ് ഇൻ മലയാളം. ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളെ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഞാൻ സംസാരിക്കാൻ പ്രാപ്തനാക്കിയിരിക്കും. ഇപ്പോൾ ഇതൊന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ, അതായത് നിങ്ങളത് കാണണമെന്നില്ല, ഞാൻ പറഞ്ഞിരുന്നു. ഇപ്പോൾ വീട്ടമ്മമാരാണെങ്കിൽ അവരുടെ അടുക്കള ജോലിക്കിടയിൽ കേട്ടുകൊണ്ടിരിക്കുക, സ്ഥിരമായി കേൾക്കണം കേട്ടോ. അതുപോലെ എന്ത് ജോലിക്കാരായിക്കോട്ടെ, അവരിത് ഓൺ ചെയ്തിട്ട് കേൾക്കുക, കാണണമെന്നില്ല, ഇത് കേട്ടുകൊണ്ടിരുന്നാൽ. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യമായിട്ട് ഇപ്പോൾ നമ്മൾ ഇംഗ്ലീഷിൽ അല്ലേ കം, വരുക അല്ലേ. അപ്പോൾ അത് ഹിന്ദിയിലാവുമ്പോൾ എന്താണ്, ആവോ, ആയേ എന്നൊക്കെ പറയും. കുറച്ച് റെസ്പെക്റ്റ് കൊടുത്ത് വരൂ, വാ എന്നും പറയാം അല്ലേ. അതുപോലെ വരൂ, അത് നമുക്ക് ഈ ഹിന്ദിയിലും മലയാളത്തിലൊക്കെ തന്നെയാണ് ഈ റെസ്പെക്റ്റ് കൊടുത്ത് പറയൂ. മറ്റേതിൽ കം തന്നെ പറയാൻ പറ്റൂ കേട്ടോ. വെൽക്കം അല്ലേ, അങ്ങനെ പലതരത്തിൽ കൂട്ടി പറയാം, ഓക്സിലറി ഒക്കെ ചേർത്ത്. അതുപോലെ പോവുക, പോവൂ, ജാവോ, ജായേ, ദേഷ്യം വന്നാൽ ജാ എന്നൊക്കെ പറയും. അതാ പോവൂ, വ്യത്യാസം അതാണ് കേട്ടോ. ഗോ അല്ലേ, ഗോ തന്നെ പറയാൻ പറ്റും. അതുപോലെ ഞാൻ പറഞ്ഞു യു എന്നുള്ളത്. അപ്പോൾ അത് ഇംഗ്ലീഷ് ഭാഷയിൽ നീയാവാം, നിങ്ങളാവാം, എന്ത് വേണമെങ്കിലും ആവാം. പക്ഷെ അതിൽ നമുക്ക് ഹിന്ദിയിലാവുമ്പോൾ തൂ, തും, ആപ്പ് പറയും. തൂ നീ, തും നിങ്ങൾ, ആപ്പ് താങ്കൾ അല്ലേ. മലയാളത്തിലും അതുപോലെ തന്നെ നീ, നിങ്ങൾ, താങ്കൾ. അപ്പോൾ ബഹുമാനം കൊടുത്തുകൊണ്ട് പറയുക. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇരിക്കുക എന്നുള്ളത് നമ്മൾ പറഞ്ഞു അല്ലേ. സിറ്റ് എന്ന് തന്നെ ഇംഗ്ലീഷിൽ പറയാൻ പറ്റും അല്ലേ. ബൈഠോ, ബൈഠിയെ, ബൈറ്റ്, ദേഷ്യം വന്ന് ഇരിക്കേ എന്നൊക്കെ പറയാം, ഇരിക്കൂ. അപ്പോൾ ഇത് ഈ ഭാഷകളിലെ ഒരു പ്രത്യേകതയാണ്, നമ്മുടെ ഹിന്ദിയുടെയും മലയാളത്തിൻ്റെയും മാത്രം പ്രത്യേകതയാണ്. ബഹുമാനം കൊടുത്തുകൊണ്ട് അല്ലേ. അതായത് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഗീവ് റെസ്പെക്റ്റ് ആൻഡ് ടേക്ക് റെസ്പെക്റ്റ് എന്ന് പറഞ്ഞു. ബഹുമാനം കൊടുത്തുകൊണ്ട് ബഹുമാനം തിരിച്ചെടുക്കുക എന്ന് പറയും അല്ലേ ഇംഗ്ലീഷിൽ. അപ്പോൾ ഇങ്ങനെ കുറേ വാക്കുകൾ ഇതേപോലെ തന്നെ ഉപയോഗിക്കുന്ന ഒരുപാട് വാക്കുകളുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് അങ്ങനെ കുറേ വാക്കുകളുമായി പരിചയപ്പെട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ നമുക്ക് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പോൾ നമ്മൾ പറഞ്ഞു വരിക അല്ലേ, അതുപോലെ പോവുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ. അതുപോലെ ഇതോടൊപ്പം പിന്നെ വരുന്ന ചില വാക്കുകളാണ്